നിന്ന് തന്നെ തുടങ്ങാം. ഓക്കെ, അഷ്കർ അലിയാണ് തൊട്ടടുത്ത് നിൽക്കുന്നത്. അഷ്കർ അലി നിൽക്കുന്ന ബൂത്ത് എങ്ങനെയാണ് അവിടെ ബൂത്ത് നമ്പർ പറഞ്ഞു തുടങ്ങട്ടെ. നമ്പർ എങ്ങനെയാണ്? ഇപ്പോൾ പോളിംഗ് എത്ര പിന്നിട്ടു? ഇപ്പോഴും ക്യൂ ഉണ്ടോ? അരുൺ, ഞാൻ നിൽക്കുന്നത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ 44 നമ്പർ ബൂത്തിലാണ്. ഞാൻ നിൽക്കുന്നത് വെണ്ണക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഈ സ്കൂളിൽ 4 ബൂത്തുകളുണ്ട്. 41, 42, 43, 44 ഇങ്ങനെ 4 ബൂത്തുകളുണ്ട്. അതിൽ 44-ാം ബൂത്താണ്. നമുക്ക് കാണാൻ കഴിയും നീണ്ട നിര, ചില്ലറ നിരയൊന്നുമല്ല. നമ്മൾ വെറുതെ നീണ്ട വരി എന്നൊക്കെ പറയാറുണ്ടെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് തന്നെ മണിക്കൂറുകളായി പോളിങ്ങിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകളെയാണ്. അത് പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ നീണ്ട വരികളായി തന്നെ നിൽക്കുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇതിൽ 1456 വോട്ടർമാരുള്ള ഒരു ബൂത്താണ് ഈ ബൂത്ത്. അതുകൊണ്ട് തന്നെ ആ ഒരു തിരക്ക് എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ വോട്ടർമാർ പറയുന്നത്. പക്ഷേ കുറച്ച് കഠിനം തന്നെയാണ്. കാരണം 1 മണിക്കൂറും 2 മണിക്കൂറുമല്ല, അതിനപ്പുറത്തേക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. നമ്മളിവിടെ എത്തുമ്പോഴേക്ക് രാവിലെ 7:30-ക്കും 8 മണിക്കൊക്കെ വന്ന ആളുകൾ പോലും വെള്ളം കുടിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ടോ അവിടെ? വെള്ളം കുടിക്കാനുള്ള സൗകര്യം, അത്തരം കാര്യങ്ങളൊക്കെ എല്ലാ ബൂത്തുകളിലും ഒരുക്കാൻ തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ള അത്തരം സൗകര്യങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുമുണ്ട്. പക്ഷേ മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വരിക എന്നുള്ളത് വലിയ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. നമുക്ക് ഇവരോട് വേണമെന്ന് ചോദിക്കാവുന്നതാണ്. എപ്പോൾ വന്നാണ്? കുറേ നേരമായി. 8 മണിക്ക് വന്നതാണ്. 8 മണിക്ക് വന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണോ? കഴിച്ചു, 7:30 കഴിച്ചു. കഴിച്ചിട്ടില്ല. എപ്പോൾ വന്ന? നമ്മളൊന്ന് എല്ലാവരിലേക്കും പോയിട്ട് വേഗം വരാം. അവിടുത്തെയൊക്കെ ക്യൂ എങ്ങനെയാണ്? അവിടെ ബൂത്ത് എത്ര ശതമാനം പിന്നിട്ടിരിക്കുന്നു? നമുക്കൊന്ന് നോക്കി വരാം. നമുക്ക് സായികുമാറിലേക്ക് കൂടി ഒന്ന് പോയി വരാം. സായികുമാർ നിൽക്കുന്ന ബൂത്തിലെ അവസ്ഥ എന്താണ്? അരുൺ, നമ്മൾ നേരത്തെ നിന്ന് റോയൽ പാലസ് ഓഡിറ്റോറിയത്തിൽ തന്നെയാണുള്ളത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പുരുഷ വോട്ടർമാരാണെങ്കിൽ ഇപ്പോൾ സ്ത്രീ വോട്ടർമാരുടെ വലിയ നിര ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നു. വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ ധാരാളം സ്ത്രീ വോട്ടർമാർ ഈ ക്യൂവിലേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വെയിൽ നല്ല ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇവിടെ പന്തലൊക്കെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ കുടിവെള്ളം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഇനിയും ഈ ക്യൂ വലുതായാൽ ഇവർക്ക് വെയിലത്ത് നിൽക്കേണ്ടി വരും. അല്പം മന്ദഗതിയിലാണ് ഈ പോളിംഗ് പുരോഗമിക്കുന്നത്. കുറച്ചധികം സമയം ആളുകൾക്ക് ക്യൂവിൽ നിൽക്കേണ്ടി വരുന്നു എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. എന്തായാലും ധാരാളം വോട്ടർമാർ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഇതൊരു ഓഡിറ്റോറിയം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം സൗകര്യമുണ്ട്. ഈ പോളിംഗ് ബൂത്തിൽ മനസ്സിലാക്കുന്നത് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞോ? പ്രതികരണം ഉണ്ടാവില്ലേ? റോഷിപാൽ കേൾക്കാമെങ്കിൽ. റോഷിപാൽ, AK ബാലൻ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞോ? പ്രതികരണം ഉണ്ടാകില്ലേ? എനിക്കൊന്ന് റോഷി ബൈക്ക് ഒന്ന് ഓണാക്കണം. ഓക്കെ, ഞാൻ റോഷിയിലേക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. പറക്കുന്നത് ഇപ്പോൾ AK ബാലൻ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമങ്ങളെ കാണും. ഇപ്പോഴും ക്യൂ നിൽക്കുകയാണ്. ദീപക് മലയമ്മ, ശേഖരീപുരം 2-3 മണിക്കൂറൊക്കെയാണ് ക്യൂ നിൽക്കേണ്ടി വരുന്നത്. എല്ലാ ബൂത്തുകളിലും ആളുകൾ മത്സരിച്ച് വോട്ട് ചെയ്യാനായി എത്തുകയാണ്. ദീപക് ശേഖരീപുരത്ത് എത്തിയിട്ടുണ്ട്. ശേഖരീപുരം വെസ്റ്റ്. ദീപക് വലിയ ഓട്ടത്തിലാണല്ലോ. രാവിലെ മുതൽ തന്നെ വലിയ ഓട്ടത്തിലാണുള്ളത്. ശേഖരീപുരം വെസ്റ്റ് 26, 27 ബൂത്തുകളുടെ അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് ഗ്രാമജന സമൂഹ കേന്ദ്രമാണ്. അവിടെ 2 ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. നീണ്ട നിര 2 ബൂത്തുകളിലുമായി കാണാൻ സാധിക്കുന്നുണ്ട്. 24, 23 ബൂത്തുകളിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ നേരത്തെ സന്ദർശനം നടത്തുകയും ചെയ്തു. ഒരുപാട് സമയമായോ? കുറേ സമയമായി. കുഴപ്പമില്ല, നല്ല പോളിംഗ് ഉണ്ട്. ഒരുപാട് സമയമായി. വലിയ ക്യൂ അവിടെയുമുണ്ട്. ദീപക്, എനിക്കൊന്ന് VS നിൽക്കുന്ന ബൂത്തിലും നല്ല തിരക്കാണോ ഇപ്പോഴും? പ്രശ്നബാധിതമെന്ന് കേട്ടാണ് രഞ്ജിത്ത് അവിടേക്ക് പോയത്. അതെ, പക്ഷേ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല സുജയ്. ഇവിടെ വളരെ സ്മൂത്തായി തന്നെ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ പോളിംഗ് വോട്ട് നടക്കുന്നുണ്ട്. 56-ാം ബൂത്തിലാണ് ഒരൽപ്പം തിരക്കുണ്ടായിരുന്നത്. ഇപ്പോൾ 56-ാം ബൂത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന അത്രയും തിരക്കില്ല എങ്കിൽ കൂടി ഒരു തിരക്കുണ്ട് എന്ന് പറയാം. 56-ാം ബൂത്തും 57-ഉം 58-ഉമാണ്. അതിൽ 56-ൽ മാത്രമാണ് ഒരൽപ്പം വരിയുള്ളത്. 57-ലും 58-ലും 2-3 ആളുകൾ മാത്രമേ ഉള്ളൂ. 58-ൽ രാവിലെ തൊട്ട് തന്നെ തിരക്കില്ലാത്തൊരു ബൂത്താണ്. 57-ലും 56-ലും അങ്ങനെയല്ല, നല്ല തിരക്കുണ്ടായിരുന്നു. 56-ാം ബൂത്തിലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്നെ 10-20% വോട്ട് രേഖപ്പെടുത്തി. സാനിയയിലേക്ക് കൂടി പോയി വരാം. സാനിയ ബൂത്തിലെ അവസ്ഥ എങ്ങനെയാണ്? തിരക്കുണ്ടോ ഇപ്പോൾ?
അരുൺ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, സ്ഥാനാർത്ഥി കഴിഞ്ഞാൽ ഏറ്റവും അധികം ബൂത്ത് സന്ദർശിച്ചിട്ടുള്ളത് ഞാനാണ്. 22 ബൂത്തുകൾ ഇതിനകം സന്ദർശിച്ചു കഴിഞ്ഞു. 22ാമത്തെ ബൂത്ത് സാനിയയും ദീപക്കും തമ്മിലാണ് മത്സരം. ഉണ്ട്, കാരണം ഞാൻ സ്ഥാനാർത്ഥിക്കൊപ്പം തന്നെ സഞ്ചരിക്കുന്നു. അതെ, ഞങ്ങൾ തമ്മിൽ അങ്ങ് മത്സരിക്കുകയാണ്. സ്ഥാനാർത്ഥിക്കൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ബൂത്തുകളിൽ പോവുക എന്നുള്ളതാണ്. പറ്റുമെങ്കിൽ ഞങ്ങൾ 184 ബൂത്തിലും പോയി അവിടുത്തെ എല്ലാ വിവരങ്ങളും എത്തിക്കുമെന്നുള്ളതാണ്. എല്ലാ ബൂത്തിലും വലിയ തിരക്കുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വലിയൊരു സൂചനയാണ് നൽകുന്നത്. ആളുകളൊക്കെ മത്സരിച്ച് വോട്ട് ചെയ്യാൻ വരുന്നു. ഇതൊരു സൂചന തന്നെയാണ്. ഏതായാലും ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് 184 ബൂത്തിലും ഞങ്ങൾ പോകും. LDF സ്ഥാനാർത്ഥി ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് വോട്ട് ചെയ്യുക എന്ന് അറിയിച്ചിരിക്കുന്നു. കാരണം 88ാം നമ്പർ ബൂത്തിൽ ഒരു ചെറിയ സാങ്കേതിക തകരാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം എല്ലാ ബൂത്തിലും പോകേണ്ടതുകൊണ്ട് ക്യൂവിൽ നിൽക്കാൻ സമയമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം തിരിച്ചുപോയി. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും വോട്ട് ചെയ്യുക. ഇപ്പോൾ 112ാം ബൂത്തിലാണ്. സാനിയോ, ഇതെങ്ങനെയാണ് ഈ ബൂത്തിൽ പോകുന്നത്? ഒന്നിൽ തുടങ്ങി അങ്ങനെ ക്രമത്തിലാണോ പോകുന്നത്, അതോ ഇടയ്ക്കിടയ്ക്ക് മാറി മാറി കയറുകയാണോ? എങ്ങനെയാണ് ഈ സാനിയുടെ ഒരു റൂട്ട്, എങ്ങനെയാണ് റൂട്ട് മാപ്പ്? മാറി മാറി കയറുകയാണ്. ഒന്നിൽ അങ്ങനെ തുടങ്ങാൻ പറ്റില്ല, കാരണം മാറി മാറി കയറുന്നു. നേരത്തെ മൂത്താൻതറയും അതുപോലുള്ള പ്രദേശങ്ങളിലൊക്കെ പ്രശ്നബാധിത ബൂത്തിൽ വരെ ഞാൻ പോയി എന്നുള്ളതാണ്. പ്രശ്നബാധിത ബൂത്തിൽ കയറുന്നു, ഒരു പ്രശ്നവുമില്ലാത്ത ബൂത്തിൽ കയറുന്നു. എന്നാൽ പ്രശ്നബാധിത ബൂത്ത് സംബന്ധിച്ച് നോക്കുമ്പോൾ അവിടെയൊന്നും ഒരു പ്രശ്നവുമില്ല. കാരണം മാധ്യമ ശ്രദ്ധ കൂടുതലുള്ളത് കൊണ്ടാവാം അവിടെയൊക്കെ ആളുകൾ വളരെ നല്ല മാന്യന്മാരായി വന്ന്, എല്ലാവരും മാന്യന്മാർ തന്നെയാണ് കേട്ടോ, വളരെ നന്നായി വന്ന് വോട്ട് ചെയ്ത് തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ്. ഏതായാലും എല്ലാം സന്തോഷകരമായ കാഴ്ച. ഇത്രയും ബൂത്തിൽ പോകുന്നത് കണ്ടപ്പോൾ നമുക്ക് വലിയ ഒരു ആഹ്ലാദം. ഇത്രയും ആളുകൾ ഈ സമയം തന്നെ വോട്ട് ചെയ്ത് കഴിയുന്നു എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇത് അതെ, സൈഫുനിസ കല്ലേക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ലാണ് എത്തിയിരിക്കുന്നത്. അവിടുത്തെ 3 ബൂത്തുകൾ സൈഫുനിസയാണ് കൈകാര്യം ചെയ്തത്. സൈഫുനിസ രാവിലെ തന്നെ 5:30 എഴുന്നേറ്റ് ബൂത്തുകളിലേക്ക് ആളുകൾ വരുന്നുണ്ടോ, ആ വഴികളിലൊക്കെ നിന്നവരെയൊക്കെ ബൂത്തിലേക്ക് സൈഫുനിസ കൊണ്ടുപോയി എന്നാണ് കേൾക്കുന്നത്. സൈഫുനിസ, സാനിയോയും ദീപക്കും ഓട്ടത്തിലാണ്, മത്സരത്തിലാണ്. 184 ബൂത്തും കവർ ചെയ്യുമെന്നാണ്. എന്നാൽ സൈഫുനിസ ഏറ്റവും കൂടുതൽ വോട്ടർമാരെ, 100% പോളിംഗ് ആണ് സൈഫുനിസയുടെ ലക്ഷ്യമെന്ന് കേൾക്കുന്നു. എങ്ങനെയുണ്ട് ഇപ്പോൾ നിൽക്കുന്ന ഇടത്ത്? ഞങ്ങൾ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. ഞങ്ങളെന്ന് പറഞ്ഞാൽ, പക്ഷെ ഞാൻ നിൽക്കുന്നിടത്ത് ഇപ്പോൾ 10% പോളിംഗ് പോലും ആയിട്ടില്ല എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം. സുജയ, 116ാം നമ്പർ ബൂത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കല്ലേക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലെ 116ാം നമ്പർ ബൂത്തിലാണ്. ഇവിടെ 7:45 ഈ പോളിംഗ് മെഷീന്റെ ഒരു EVM മെഷീന്റെ ഒരു തകരാറ് കാരണം 7:45 പോളിംഗ് തുടങ്ങിയത്. അതിനുശേഷവും പോളിംഗ് മന്ദഗതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിരവധി പേർ ഇപ്പോഴും ക്യൂവിൽ നിൽക്കുകയാണ്. ഇപ്പോഴും 10% പോളിംഗേ ആയിട്ടുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സ്ഥാനാർത്ഥി എത്തുന്നുണ്ട് സാനിയോടൊപ്പം. അവിടെ എത്തി. അതെ അതെ, സൈഫുനിസയുടെ ബൂത്തിൽ സാനിയോ എത്തി. ദീപക്കെ കുറച്ച് കാര്യമായിട്ട് ഓൾറെഡി വരികയാണ്. എവിടെ എല്ലായിടത്തും. അതെ അതെ അതെ, അങ്ങനെ സൈഫുനിസയും സാനിയോയും തമ്മിലും കൂട്ടി. അതെ അല്ലേ, എനിക്ക് തോന്നുന്നു അവിടെ നല്ല ക്യൂ ഉണ്ട് അല്ലേ സൈഫു നിൽക്കുന്നിടത്ത്. കൂടുതൽ സൈഫു ആ ക്യൂ ഒന്ന് കാണിക്കാം. അതെ അതെ, അതാ ഞാൻ പറഞ്ഞത്. ഇവിടെ 10% ഇപ്പോഴും പോളിംഗ് ആയിട്ടുള്ളൂ. കാരണം വളരെ പതുക്കെയാണ് പോകുന്നത്. 7:45, അതായത് ഏകദേശം 3/4 മണിക്കൂർ വൈകിയാണ് ഇവിടെ പോളിംഗ് ആരംഭിച്ചത്. അതിനുശേഷവും പതുക്കെയാണ് പോളിംഗ് നടക്കുന്നത്. ഈ ചേച്ചി ഇപ്പോൾ 8 മണി കഴിഞ്ഞപ്പോൾ വന്നതാണല്ലേ? 3:45 വന്നു, പക്ഷെ കുറച്ച് ആൾക്കാരൊക്കെ പോയി, വയസ്സായവരും വയ്യാത്തവരൊക്കെ. അതാണ്, പ്രായമായവർ വരുമ്പോൾ ഇവർ മാറി നിൽക്കുകയാണ്. പ്രായമായവരാണ് ആദ്യം കയറി പോകുന്നത്. രാവിലെ വന്നതാണല്ലേ? ഞങ്ങൾ രണ്ടുപേരും കുറച്ചധികം നേരം ആയിരിക്കും നിൽക്കണു അല്ലേ? കുട്ടിയെയും കൊണ്ടൊക്കെയാണ് വോട്ട് ചെയ്യാൻ വന്നത്? രാവിലെ വന്നതാണ്. മകനെയും കൊണ്ടാ വോട്ട് ചെയ്യുന്നത്? മകനെ പോളിംഗ് കാണിക്കാൻ വന്നാണോ? കാര്യങ്ങൾ നടക്കണമെന്നുള്ളതല്ലേ. അടുത്ത തലമുറയാണ് ഇനി വോട്ട് ചെയ്യാനുള്ളത്. എന്തായാലും സരിനും എല്ലാ ബൂത്തുകളും കണ്ട് പോവുകയാണ്. നല്ല തിരക്കുണ്ട്. അടുത്ത ബൂത്തിലേക്ക് പോവുകയാണ്. 114ാം നമ്പർ ബൂത്തിലേക്കാണ് സരിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. കല്ലേക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലെ നിലവിൽ 116ാം നമ്പർ ബൂത്തിലാണ് ഞാനുള്ളത്. ഈ ബൂത്തിൽ നല്ല തിരക്കാണ്. നല്ല തിരക്ക്, ഒരുപാട് നേരമായി നിൽക്കുന്നു. 1,00,000-ലധികം സ്ത്രീ വോട്ടർമാർ, 94,000-ലധികം പുരുഷ വോട്ടർമാർ, അങ്ങനെയാണ് ആ കണക്ക് നിൽക്കുന്നത്. അപ്പോൾ അതിൽ പരമാവധി പോളിംഗ് ബൂത്തിലേക്ക് എത്തുക. അതും ഇപ്പോൾ 10:40 ആകുന്നു. ഡോക്ടർ അരുൺ, ഇപ്പോഴത്തെ ഈ ഒരു സമയം വെച്ചിട്ട് എങ്ങനെയായിരിക്കും അതിന്റെ ഒരു ചൂടിന്റെ ഒരു സമയം, ഒരു കാഠിന്യത്തിലേക്ക്? ചൂട് വന്നു തുടങ്ങുന്നുള്ളൂ. 11 മണി കഴിഞ്ഞാൽ കുറച്ചുകൂടി ചൂടിന് കനം വെക്കും. അങ്ങനെ വന്നാൽ ചൂട് കൂടും. 12 മണിയാകുമ്പോഴേക്കും നല്ല ചൂടാവും. 1 മണി 2 മണിയൊക്കെ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു പോളിംഗിൽ അല്പം സ്ലോ ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ വീണ്ടും അത് 3 മണിയോടുകൂടി അത് പിക്കാവും. അങ്ങനെയാണ് പാലക്കാടിൻ്റെ ഒരു വോട്ടിംഗ് പാറ്റേൺ.
നിലവിൽ കല്ലിന് കാറ്റ് പിടിച്ച പോലെയാണ് ഈ കല്ലേക്കാടുള്ള ഈ പോളിംഗിന്റെ ഇപ്പോഴത്തെ പുരോഗതി. എന്താ മനസ്സിലായില്ല? കല്ലിന് കാറ്റ് പിടിക്കാൻ കേട്ടിട്ട് അനങ്ങുന്നില്ല. അവിടെ 10% ആയിട്ടുള്ളൂ. ക്യൂ അതേപോലെ അവിടെ നിൽക്കുക. സൈഫുനിസ അതിനൊരു പരിഹാരം ഉണ്ടാക്കുമെന്നാണ് സൈഫുൽ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. എന്തായാലും 1400-ലധികം വോട്ടർമാരുള്ള ബൂത്തുകളിലാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. നമുക്കൊപ്പം സിനോജുമുണ്ട്, നമുക്കൊപ്പം ഇക്ബാലുണ്ട്. ഇക്ബാലാണ് മറ്റൊരു പ്രശ്ന സാധ്യതാ മേഖലയിൽ നിൽക്കുന്നത്. അതെ, ഇക്ബാലിന് പാലക്കാട്ടെ വോട്ടറാണ്. ഇക്ബാൽ വോട്ട് ചെയ്തോന്ന് ചോദിച്ചായിരുന്നോ? അതെ, ഇക്ബാൽ വോട്ട് രേഖപ്പെടുത്തിയോ? ഇക്ബാൽ ഇല്ല, ഞാൻ പോളിംഗ് ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. നേരത്തെ അഷ്കർ നിന്നിരുന്ന ആ വെണ്ണക്കര ഗവൺമെൻറ് ഹൈസ്കൂൾ ഉണ്ടല്ലോ, അതാണ് എൻ്റെ നാട്ടുകാരുടെയും എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം അവിടെ നീണ്ട നിരയിൽ നിൽക്കുന്നുണ്ട്. അവരെല്ലാം വോട്ട് ചെയ്തതിന് കഴിഞ്ഞ ശേഷം വേണം എനിക്ക് അങ്ങോട്ട് പോയി വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് കണ്ണാടിയിലാണ്. അരുൺകുമാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെല്ലാം കാണുന്ന രീതിയിലൊരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഉണ്ടല്ലോ ഈ പോളിംഗ് ദിവസത്തിലൊക്കെ, അത്തരത്തിലാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് സമയത്തും വലിയ രീതിയിൽ ആവേശത്തിലാണ് ഈ പ്രവർത്തകർ ഓരോ വോട്ടർമാരെയും പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുന്നത് വേണം പറയാൻ. ഞാനിപ്പോൾ ഉള്ള 176 ബൂത്തിലും അതുപോലെ തന്നെ 176A-ലും 178-ലൊക്കെ ക്യൂ കുറവാണ്, അല്ലെങ്കിൽ തിരക്ക് കുറവാണ്. പക്ഷേ അവിടെയെല്ലാം കാര്യമായി തന്നെ പോളിംഗ് നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർമാർ അറിയിക്കുന്നത്. കാരണം എല്ലാ ബൂത്തുകളിലും 300-നോട് അടുത്ത് തന്നെ ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പ്രിസൈഡിംഗ് ഓഫീസർമാർ അറിയിച്ചത്. അതിൽ 176 ബൂത്തിൽ മാത്രമാണ് ഇപ്പോൾ AST പട്ടികയിൽപ്പെട്ടുള്ള 2 ആളുകൾ എത്തി വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മറ്റ് 2 ബൂത്തുകളിലും AST പട്ടികയിലുള്ളവർ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിട്ടില്ല എന്നും പ്രിസൈഡിംഗ് ഓഫീസർമാർ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇനി ചൂട് കൂടാൻ വേണ്ടി പോവുകയാണ്. 11 മണി കഴിഞ്ഞാൽ നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ചൂടിൻ്റെ ഒരു കാഠിന്യം കൂടി തുടങ്ങും. അതിനു മുമ്പായി തന്നെ പരമാവധി വോട്ടർമാരെ ഇങ്ങോട്ടേക്ക് എത്തിച്ച് വോട്ട് ചെയ്യിപ്പിക്കാനുള്ള നീക്കങ്ങളിലേക്ക് ഇപ്പോൾ പ്രവർത്തകർ, ഓരോ മുന്നണികളുടെയും പ്രവർത്തകർ കടന്നിരിക്കുന്നു. പിന്നീട് ഈ ഒരു 12 മണിയൊക്കെ ആകുമ്പോഴേക്കും ചൂട് വളരെ രീതിയിൽ കൂടും. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ കണ്ണാടി ബൂത്തിലൊന്നും വലിയ രീതിയിൽ കുഴപ്പമില്ല. കാരണം ഇവിടെ എല്ലാ രീതിയിലുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ടാർപ്പായ വലിച്ചു കെട്ടിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഓടുള്ള സ്കൂളാണ്. അതുകൊണ്ട് തന്നെ ചൂട് വലിയ രീതിയിൽ ബുദ്ധിമുട്ടാവില്ല. പക്ഷേ വരുന്ന യാത്രയ്ക്ക് വലിയ രീതിയിലൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഏതായാലും എത്രയും പെട്ടെന്ന് തന്നെ ഏറ്റവും കൂടുതൽ ആളുകളെ തങ്ങളുടെ വോട്ടർമാരായ എല്ലാ ആളുകളെയും പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ളൊരു ഓട്ടമാണ് ഇപ്പോൾ ശരിക്കും നടക്കുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം കണ്ണാടി പഞ്ചായത്തിൽ വോട്ട് ചെയ്തോ? കണ്ണാടി പഞ്ചായത്തിൽ വോട്ട് ചെയ്ത് പേരെന്താ? പരമേശ്വരൻ. എവിടെ വീട്? കിണാശ്ശേരി. ഇവിടെ അടുത്ത് തന്നെ. കുറേ നേരം കാത്തുനിന്നോ അതോ? ഇല്ല, ഒരു 15-20 മിനിറ്റ് മാത്രമേ ഉണ്ടായിരുന്നു. ചെറിയ ലൈനേ ഉള്ളൂ. വലിയ ആവേശത്തിലാണല്ലേ എത്താമത്തെ തെരഞ്ഞെടുപ്പ്? ഓ, ഓക്കെ. നല്ല എല്ലാ 3 മുന്നണിക്ക് നല്ല ആവേശമുണ്ട്. സത്യം പറഞ്ഞ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനുള്ള ഒരു ഫീൽ ഉണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പ്. തീർച്ചയായിട്ടും. ഈ സാധാരണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ് ഇത്രയും വലിയ ആവേശം കാണുന്നത്. എനിക്കൊന്ന് 1 മണിക്കൂറായി ക്യൂ നിൽക്കുക. AK ബാലൻ ഇപ്പോൾ ക്യൂ നിൽക്കുന്നുണ്ട്. നേരത്തെ ഷാഫി പറമ്പിൽ 40 മിനിറ്റ് ക്യൂ നിന്നാണ് വോട്ട് രേഖപ്പെടുത്തിയത്. നല്ല സൂചനകളാണ് പുറത്തു വരുന്നത്. ആ അർത്ഥത്തിൽ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണം ചേലക്കരയും വയനാട്ടിനെയും പോലെയല്ല. പാലക്കാട് ഈ ശക്തമായ ത്രികോണ മത്സരത്തിന്റെ സാന്നിധ്യമായിരിക്കാം വോട്ടർമാരെ എന്തായാലും പോളിംഗ് ബൂത്തിൽ എത്തിച്ചിട്ടുണ്ട്. ഇനി ആരിലേക്കാണ് നമ്മൾ പോകുന്നത്? നമുക്ക് കണ്ണകിയമ്മൻ കോവിൽ ആ ഭാഗത്തേക്കാണ് പോകേണ്ടത്. അവിടെ രഞ്ജിത്ത് തന്നെയാണ്. അതെ, നമുക്ക് ഇപ്പൊ ഒരു പുതിയ കണക്ക് രാകേഷ് അവിടെ നിൽപ്പുണ്ട്. രാകേഷ് ഉണ്ട്. 10 വരെയുള്ള കണക്കനുസരിച്ചേ ഇതുവരെ 20.5 ആയിട്ടുണ്ട്. അതിൽ പുരുഷ വോട്ടർമാരുടെ കണക്ക് 21.9, സ്ത്രീ വോട്ടർമാർ 19.18. ഇനി ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും സ്ത്രീ വോട്ടർമാർ കൂടുക. കാര്യം അവരെ ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് അങ്ങനെയാണല്ലോ പാലക്കാട്. പുരുഷന്മാർ പൊതുവെ പാചകം ചെയ്യുന്നതിൽ ഡോക്ടർ അരുൺ ചെയ്യാറുണ്ടല്ലോ. ഞാനുണ്ട്, പക്ഷെ അതുപോലെ അല്ലല്ലോ എല്ലാവരും. 1% ആൾക്കാരുണ്ട്. അവരൊക്കെ ഭക്ഷണമൊക്കെ പാചകം ചെയ്തായിരിക്കും കുട്ടികളെയൊക്കെ സ്കൂളിൽ അയച്ച്. സ്കൂളിലെ 2 സ്കൂളില്ല, ആ മണ്ഡലത്തിലേക്ക് സ്കൂൾ ഉണ്ടാവുക. അപ്പം അതിനുശേഷം കൂടി വരും. അതെ, അപ്പം VS രഞ്ജിത്ത് അവിടെയുണ്ട്. ഒപ്പം MM രാകേഷും അവിടെയുണ്ട്. നമുക്ക് MM രാകേഷിലേക്ക്. അതെ, രാകേഷോട് കുറച്ചു നേരമായി സംസാരിച്ചിട്ട്. രാകേഷ്, എന്തായി കാര്യങ്ങൾ? ഞാനിപ്പോഴുള്ളത് മാത്തൂരിലെ ബംഗ്ലാവ് സ്കൂളിൽ തന്നെയാണ്. നമുക്കറിയാം നേരത്തെ തന്നെ വലിയ നിര തന്നെയാണ്. ഏകദേശം 4 ബൂത്തുകളാണ് ഇവിടെയുള്ളത്. ഈ 4 ബൂത്തുകളിലും വോട്ടർമാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് 138, 139, 140, 141. നമുക്കറിയാം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ക്യൂ ഉണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് സ്ത്രീകളുടെ നീണ്ട നിരയാണ്. കുറേ നേരമായി ഇപ്പോൾ വോട്ട് ചെയ്യാൻ വന്നിട്ട്? നല്ല തിരക്കാണ്. എന്താ നേരം വൈകി പോയോ രാവിലെ? രാവിലെ നേരം വൈകി പോയി. കുറച്ച് കഴിയുമ്പോൾ തിരക്ക് കുറയുമെന്ന് കരുതി. പക്ഷെ കുറയുമെന്ന് കരുതിയിട്ട് അതിനേക്കാൾ വലിയ. എങ്ങനെയുണ്ട് പൊതുവെ തെരഞ്ഞെടുപ്പ് ചൂട്? എങ്ങനെയുണ്ട് ചൂട്? 3 വഴിക്കാരും നല്ല കിടക്കാരും 3 വഴിക്ക് കട്ടക്കി നിൽക്കുന്നുണ്ട്. 3 ടീമും കട്ടക്കി നിൽക്കുന്നുണ്ട്. അതെ, അപ്പോൾ നമ്മൾ ബൂത്തിനുള്ളിലാണുള്ളത്. അധികം രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളും ഒന്നുമില്ല. ഏതായാലും സ്ത്രീകളുടെ നീണ്ട നിര തന്നെയാണ് മാത്തൂർ ബംഗ്ലാവ് സ്കൂളിലും നമുക്ക് കാണാനാകുന്നത്. അല്പം മന്ദഗതിയിലാണ് ഇവിടെ പോളിംഗ് നടക്കുന്നത് എന്ന് പറയാം. ആളുകൾ കുറേ നേരം തന്നെ ലൈനിൽ നിൽക്കുന്ന
കാഴ്ചയുണ്ട്. വലിയ വേഗതയില്ലാതെയാണ് ഒരു ബൂത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി 3 ബൂത്തുകളും വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. കന്നി വോട്ടർമാർ മുതൽ പ്രായമായവർ വരെ. 11 മണിയോട് ആകാറായി. ഏകദേശം നമ്മൾ 20% കണക്ക് പറയുന്നതെങ്കിലും 11 മണിക്ക് ശേഷമാണ് യഥാർത്ഥ ഒരു ചിത്രം വരിക. ഓരോ മണിക്കൂറിലുമാണ് പോളിംഗ് ഓഫീസർമാർ ഈ കണക്ക് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വിടുന്നത്. അതുകൊണ്ട് 11 മണിയോടുകൂടി 20-ൽ നിന്ന് അത്യാവശ്യം നല്ല ഒരു ഉയർച്ച തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് അരുൺകുമാർ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, നോക്കൂ, അവിടെയും വലിയ സ്ത്രീകളുടെ നീണ്ട നിര തന്നെയുണ്ട്. ഇനിയിപ്പോ സ്ത്രീ വോട്ടർമാർ പാലക്കാട് മണ്ഡലം കീഴടക്കാൻ പോവാ. ഉച്ച കഴിഞ്ഞു അതോടുകൂടി ഉച്ചക്കത്തേക്കുള്ള ചോറും കൂട്ടാനും ഒക്കെ റെഡിയായി. കൂട്ടാനെന്നാ പറയുന്നത് അല്ലേ? ഞങ്ങൾ കുറയ്ക്കുന്നവരെ. അപ്പോൾ നമുക്ക് VS രഞ്ജിത്ത് അവിടെയുണ്ട്. ഒപ്പം നമ്മളുടെ ബൃഹത്തായ സംഘമാണ് പ്രേക്ഷകർക്ക് ഓരോ ബൂത്തിൽ നിന്നുമുള്ള 184 ബൂത്തുകളിലെ എണ്ണം മറക്കരുത്. 184. അതെ, അർജുൻ മട്ടന്നൂർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ മട്ടന്നൂർ, എങ്ങനെയാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്? അർജുൻ മട്ടന്നൂർ നിൽക്കുന്നത് കണ്ണാടിയിലാണ് അല്ലേ? കണ്ണാടിയിലാണ്, UP സ്കൂളിലാണ്. അതെ. അരുൺകുമാർ, സുജിയ, ഞാൻ നിൽക്കുന്നത് കണ്ണാടി AB UP സ്കൂളിലാണ്. ഇവിടെ 4 ബൂത്തുകളാണുള്ളത്. എന്തായാലും 23-ാം തീയതി ഇഞ്ചോടിഞ്ച് പോരാട്ടമാണെങ്കിൽ എല്ലാ കണ്ണുകളും കണ്ണാടിയിലേക്കാകും എന്ന കാര്യം ഉറപ്പാണ്. അതായത് അവസാനത്തെ 21 ബൂത്തുകൾ അടങ്ങുന്ന പഞ്ചായത്താണ് കണ്ണാടി. അതുകൊണ്ട് തന്നെ കണ്ണാടിയിലെ ജനങ്ങളുടെ തീരുമാനം അത് ഈ തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇപ്പോൾ വലിയ ക്യൂ ഇപ്പോൾ മിക്ക പോളിംഗ് ബൂത്തുകളിലും കാണുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളടക്കം കൂട്ടത്തോടെ വോട്ട് ചെയ്യാൻ എത്തുന്നു. രാവിലെ സ്ത്രീകളുടെ ക്യൂ അല്പം കുറവായിരുന്നു. ഇപ്പോൾ കൂടുതൽ സ്ത്രീകൾ എത്തിയിട്ടുണ്ട്. നേരത്തെ സുജയ പറഞ്ഞതുപോലെ മറ്റ് ജോലികളൊക്കെ തന്നെ പൂർത്തിയാക്കിയ ശേഷം സ്ത്രീകളടക്കം ഇത്തരത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ തുടങ്ങി എന്ന് തന്നെ മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ ചൂടും കാര്യമായി കൂടി വരുന്നുണ്ട്. ഏതാണ്ട് 11 മണിയാകുന്നു. സ്വാഭാവികമായും ചൂട് കൂടുകയാണ്. അതുകൊണ്ട് അതിനിടെ ഒരു നല്ല സജഷൻ വന്നു. അർജുൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതുമായി ചേരുന്ന ഒരു സജഷൻ വന്നു. അതുകൂടി നമുക്കത് പറയാം. യൂസഫ് ആണ് പറയുന്നത്, നിൽക്കുന്നവർക്ക് കസേര ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു. പ്രചാരണത്തിന് വേണ്ടി കോടികൾ മുടക്കുന്ന പാർട്ടിക്കാർ അക്കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. ശരിയല്ലേ? ഒരു 3 മണിക്കൂറൊക്കെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കാനുള്ള സംവിധാനമൊക്കെ കുറവാന്ന് തോന്നുന്നു അല്ലേ? മാത്രമല്ല പ്രായമായവരെയൊക്കെയാണ് കൂടുതലും വരുന്നത്. അവരൊക്കെ 2-3 മണിക്കൂറൊക്കെ നിൽക്കേണ്ടി വരുന്നത് ബുദ്ധിമുട്ടാണ്. പക്ഷെ അവരെയൊക്കെ ആദ്യമേ വോട്ട് ചെയ്യിപ്പിച്ച് വിടുന്നുണ്ടല്ലേ അർജുൻ? മുഴുവൻ പേർക്കും ഇരിപ്പിടം നൽകുക എന്നുള്ളത് പ്രായോഗികമായി നടക്കുന്നില്ല. എന്തായാലും പക്ഷേ പ്രായമായ ആളുകൾക്ക് അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ രോഗികളായ ആളുകൾക്ക് ഒക്കെ തന്നെ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്.